ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതെന്തായിരുന്നു? ഒരു പെർസെൻറ്റേജ് ക്വസ്റ്റ്യനാണ്, എന്നാലും സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യനാണ്. കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യനായിട്ട് ഇടാമായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് പഠിക്കുക ആയതുകൊണ്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഞാൻ 2-3 നമ്പർ തന്നിട്ടുണ്ടെങ്കിലും ചെയ്ത് നോക്കാൻ എന്ത് കിട്ടുന്നു. 115% of 4880 മൈനസ് 85% of 1640 ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ്റെ അല്ല ഡിഫിക്കൽട്ടി ഞാൻ നോക്കുന്നത്, ഇവിടെ ആൻസർ ഓപ്ഷൻ നോക്കുന്നു. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സിംപ്ലിഫിക്കേഷൻ്റെ ആൻസർ ഓപ്ഷനിലേക്കാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ആൻസർ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എയുടെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്, ബിയുടെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്, സിയുടെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്, ഡിയുടെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്, ഇയുടെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. ഇനി നമ്മൾ നോക്കുന്നു, ഇവിടെ ഒരു 68 ഉണ്ട്, 18 ഉണ്ട്. രണ്ടും 2 ഡിജിറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. ഇവിടെ 57 ഉണ്ട്, 17 ഉണ്ട്. ഒരു 2 ഡിജിറ്റാണ് എടുക്കുന്നതിന് ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ ഒരു 64 ഉണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണമായിരിക്കും? ഒരു സിംഗിൾ ഡിജിറ്റ് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ എത്ര ഡിജിറ്റ് ചെയ്യേണ്ടി വരും? 2 ഡിജിറ്റ് എടുക്കണം, ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കണം. കാരണം സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 2 8 വരുന്നുണ്ട്, ഇവിടെ 2 7 വരുന്നുണ്ട്. അങ്ങനെ സിംഗിൾ ഡിജിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, അത് പറ്റത്തില്ലല്ലോ. ഇനി നമ്മൾ 2 ഡിജിറ്റ് നോക്കുന്നു, ഒരു 2 ഡിജിറ്റ് നോക്കിയാൽ ഇവിടെ 68 വരും, ഇവിടെ 18 വരും. അപ്പോൾ ഉറപ്പായിട്ടും ഡിഫറെൻറ്റ് ആൻസർ കിട്ടും. 7 ആണ് വരുന്നതെങ്കിലോ 57 ഉണ്ട്, 17 ഉണ്ട്. ഇവിടെയും ഡിഫറെൻറ്റ് ആൻസർ ആണ് വരുന്നത്. ഇനി ഓപ്ഷൻ ഇ ആണെങ്കിലോ അത് 64 ആണ്, അത് സിംഗിൾ ഡിജിറ്റ് കിട്ടിയാൽ പോലും 4 ആണെങ്കിലും 64 ആണെങ്കിലും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര ഡിജിറ്റ് വെച്ച് ചെയ്യണം? ലാസ്റ്റ് 2 ഡിജിറ്റ് വെച്ച് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഒരു 115% 4880 ചെയ്യുന്നത്? അതായത് നമ്മൾ 115/100 × 4880, ഒരു 100 ഉണ്ട്, അത് ഒഴിവാക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ 115 × 48.8 എടുക്കണം. കാരണം എന്താ, ഒരു 100 കൊണ്ട് കൂടെ ഡിവൈഡ് ചെയ്യണം, അപ്പോൾ 48.8 കിട്ടും. 48.8 × 15 അല്ലെങ്കിൽ 8.8 × 15 ചെയ്യണം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനൊരു ഓപ്ഷൻ പറഞ്ഞെന്നുള്ളൂ, ഒരു മെത്തേഡ് പറഞ്ഞെന്നുള്ളൂ. ഇവിടെയും 18% 1640 ഉണ്ട്. ഒരു 100 ഉണ്ട്, ഒരു 2 വെച്ച് വെട്ടണമെങ്കിൽ എത്ര കിട്ടും? 85 × 16.4 വരും. ഇവിടെയും നമ്മൾ 6.4 × 85 ചെയ്യണം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു പേപ്പർ പേന എടുത്ത് വെച്ചാൽ കാൽക്കുലേഷൻ്റെ കാര്യമുണ്ടോ? ആ മെത്തേഡ് അല്ലാതെ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. എന്തായിരുന്നു ഒരു 115% 4880? കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താണ് 115% 4880. എന്താണ് 115% 4880? എളുപ്പത്തിലുള്ള മെത്തേഡ് എന്തായിരുന്നു? 100% + 15%, 100% + 10% + 5% of 4880 ചെയ്താൽ മതി. ഇത് മെത്തേഡ് ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതി തന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പൊക്കെ നിങ്ങൾ അവിടെ ചെയ്യണം, മൈൻഡിൽ ചെയ്യണം. എന്തായിരുന്നു 100% 4880? 4880 തന്നെയാണ് 100%. എങ്കിൽ അതിന് 10% എത്രയായിരിക്കും? 488 ആയിരിക്കും. എങ്കിൽ എന്തായിരിക്കും 5%? എന്താണോ 10%, അതിൻ്റെ പകുതി ആയിരിക്കും 5%. അപ്പോൾ 10% പകുതി എത്ര കിട്ടും? 244 ആയിരിക്കും. ഇതിൻ്റെ സം ആയിരിക്കും ആൻസർ. അത്ര ഈസി ആയില്ലേ? ഇനി ജസ്റ്റ് ഇത് ആഡ് ചെയ്താൽ പോരെ. ഇനി ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ആവശ്യം നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്താൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ 2 ഡിജിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ വിചാരിക്കും എങ്കിൽ പിന്നെ 2 ഡിജിറ്റ് ചെയ്തില്ലേ, ബാക്കി 2 ഡിജിറ്റോട് ചെയ്താൽ പക്കയായിട്ട് ആൻസർ കിട്ടുമല്ലോ, എങ്കിൽ പിന്നെ അതുകൂടെ ചെയ്ത് കൺഫേം ചെയ്താൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഒരു സെക്കൻഡ് സമയം നമുക്ക് ലാഭിക്കാനുണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡ് സമയം നമ്മൾ ലാഭിക്കണം. അതായത് നമ്മൾ 2 ഡിജിറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 ഡിജിറ്റ് മാത്രം ചെയ്താൽ മതി. എങ്ങനെ 2 ഡിജിറ്റ് ചെയ്യുന്നത്? ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. 8 + 4 എത്ര കിട്ടും? 12 കിട്ടും. റിമൈൻഡർ 1. ഇത് നോക്കുന്നു, 8 + 8 16 + 4 20 + റിമൈൻഡർ 1 21. നമ്മൾ ജസ്റ്റ് ഒരു 21ന്റെ 12 21ന്റെ 1 മാത്രം എടുക്കുന്നു, 2 റിമൈൻഡർ. ബാക്കിയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്കൊരു 2 ഡിജിറ്റ് ലാസ്റ്റ് മാത്രം കിട്ടിയാൽ മതി. ബാക്കിയുള്ളതൊന്നും നമ്മൾ ചെയ്യരുത്, ചെയ്യാനേ നിൽക്കരുത്. നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 2 ഡിജിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്തായിരുന്നു? ഇവിടെ എല്ലാം ആൻസർ ഓപ്ഷൻ 2 ഡിജിറ്റ് ഉള്ളതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രമേ ആൻസർ ചെയ്യാവൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ആൻസർ ആയി, ഒരു 12 കിട്ടി. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കുന്നു. റൈറ്റ് സൈഡ് എന്തായിരിക്കുന്നു ക്വസ്റ്റ്യൻ? 85% of 1640. എന്താണ് 85% of 1640? അതായത് നമ്മൾ എങ്ങനെ 85% എടുക്കുന്നത്? ഒരു 100% മൈനസ് 10% + 5%. 100ൽ നിന്ന് ഒരു 15 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 85 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 85% 1460 എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 100% മൈനസ് 10% + 5% of 1640 ചെയ്താൽ മതി. നോക്കാം എത്ര കിട്ടുമെന്ന്. എന്തായിരുന്നു 1640ന്റെ 100%? 1640 തന്നെയാണ്. മൈനസ് ഓഫ് എന്തായിരിക്കും 1640ന്റെ 10%? 164 കിട്ടും. 1640ന്റെ 10% 164 ആണെങ്കിൽ അതിന്റെ 5%. എന്താണ് 5% എന്ന് വെച്ചാൽ 10%ന്റെ പകുതി. എങ്കിൽ 164ന്റെ പകുതി ആയിരിക്കും എന്ത്? 5%. എങ്കിൽ 164ന്റെ പകുതി എത്ര കിട്ടും? 82 എന്ന് കിട്ടും. എങ്കിൽ
ഈ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് വെച്ചാൽ അതിന് 100% നിന്നും ഈ 1640ന്റെ 15% കുറച്ചാൽ മതി. 15% നമ്മളിപ്പോൾ എങ്ങനെ എടുത്ത് ഒരു 10% എടുത്തു, അതിൻ്റെ കൂടെ നമ്മൾ എന്തെടുത്തു ഒരു 5% ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഒരു 15% കിട്ടും. ഈ 15% എവിടെ കുറച്ചാൽ മതി, ഈ 100% കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 85% കിട്ടും. എങ്കിൽ ഇവിടെ എത്ര കിട്ടും നോക്കാം. നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുക, നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം ചെയ്താൽ മതി. ഇവിടെ എത്ര കിട്ടും, 4 + 2 6 കിട്ടും, 6 + 8 എത്ര കിട്ടും, 14 കിട്ടും. അവിടെ 14ന്റെ ബാക്കി നമ്മൾ ചെയ്യേണ്ട, ജസ്റ്റ് ഈ 46 മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. കാരണം നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഈ 46 എവിടെ സബ്ട്രാക്ട് ചെയ്യണം, ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം. 46 എവിടെ സബ്ട്രാക്ട് ചെയ്യണം, ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം. കാരണം നമുക്ക് 100% - 15% ആയിരുന്നു ചെയ്യേണ്ടത്. 100% അറിയാം, അതിൽ നിന്നും ഈ 15% കുറയ്ക്കുന്നു. ഇവിടെ എത്ര കിട്ടും, 0 - 6 4 കിട്ടും. ഇവിടെ റിമൈൻഡർ 1 ഇവിടെ ആഡ് ചെയ്യണം, 5 കിട്ടും. 5ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 4 കിട്ടും, 5 + 9 ആയിരിക്കും 40. നമ്മൾ അതൊക്കെ മുമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ റിക്വയർഡ് ആൻസർ എത്രയായിരിക്കും, 94 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡ് നമുക്ക് 12 കിട്ടി, റൈറ്റ് സൈഡ് നമുക്ക് 94 കിട്ടി. എങ്കിൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും, 12 - 94 ആയിരിക്കും നമ്മുടെ ആൻസർ കിട്ടേണ്ടത്. എങ്ങനെയാണ് 12ൽ നിന്ന് 94 കുറയ്ക്കുന്നത്, നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് മാത്രമാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് ചെയ്താൽ എത്ര കിട്ടും, 12ൽ നിന്ന് 94 കുറയ്ക്കുന്നു. 4ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 2 കിട്ടും, 8 ആഡ് ചെയ്താൽ 2 കിട്ടും. 9 + റിമൈൻഡർ 1 10 കിട്ടും. 10ന്റെ കൂടെ എന്താ ആഡ് ചെയ്താൽ ഈ പറഞ്ഞ 1 കിട്ടും. 10 + 1 1 കിട്ടും. ഉറപ്പായിട്ടും എൻ്റെ ആൻസർ ഓപ്ഷൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 18 വരുന്ന ഏതാണോ അതായിരിക്കും എൻ്റെ ആൻസർ. നമ്മുടെ ആൻസർ ഓപ്ഷനിലേക്ക് നോക്കുന്നു. നമ്മളിവിടെ ഒരിക്കലും ആൻസർ തേടി പോകുന്നില്ല. ഈ ഒരു 18 എവിടെയാണ് കിടക്കുന്നത്, അത് തപ്പിപ്പോകുന്നു. ഏത് ഓപ്ഷനിലാണ് 18 ഉള്ളത്, ഈ ഓപ്ഷനിലാണ് 18 ഉള്ളത്. നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 8 വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ വന്നതന്നെ ഇവിടെയാണോ. പക്ഷേ ഇവിടെ നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടി. 2 ഡിജിറ്റ് 18 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്. ഉറപ്പായിട്ട് 18 വരുന്ന ഏതാണോ അത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, ജസ്റ്റ് 2 ഡിജിറ്റ് മാത്രം ചെയ്താൽ മതി. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. നമുക്ക് ഈ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷനിലേക്ക് നമ്മൾ ആദ്യം നോക്കുന്നു. ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 2 ഡിജിറ്റിൽ 8 വരുന്നുണ്ട്, ഇവിടെ 2 ഡിജിറ്റ് 7 വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് 1 ഡിജിറ്റ് മാത്രം ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കി 68, 18, 57, 17, 64 എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ 2 ഡിജിറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നു. എങ്ങനെയായിരുന്നു, 115% 4880 ചെയ്യുന്നു. അതായത് 4880ന്റെ 115% കണ്ടുപിടിക്കണം. എങ്ങനെയാണ് 115% 4880? ഒരു 3 ഡിജിറ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. പക്ഷേ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല, ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നു. എങ്ങനെയായിരുന്നു, ഒരു 4880 100% എടുക്കുന്നു. 100% 4880 കിട്ടും. 100% 4880 ആണെങ്കിൽ 10% എത്രയായിരിക്കും, ഒരു 0 ഒഴിവാക്കിയാൽ മതി, 488 കിട്ടും. അപ്പോൾ 10% ആയി. വീണ്ടും ഒരു 5% കൂടെ ആഡ് ചെയ്യണം. 5% എത്രയായിരുന്നു, എന്താണോ 10% അതിൻ്റെ പകുതി ആയിരിക്കും 5%. അപ്പോൾ 5% കിട്ടി. ഇതിൻ്റെ സം ആയിരിക്കും നമ്മുടെ ആൻസർ. പക്ഷേ സം എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് 2 ഡിജിറ്റ് കിട്ടിയാൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നമ്മൾ എടുക്കുന്നു, 12 കിട്ടി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആയി. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. -85% 1460 അല്ല 1640. അപ്പോൾ 1640ന്റെ 85% കണ്ടുപിടിക്കണം. ഏതെങ്കിലും നമ്പറിന്റെ 85% വെച്ചാൽ എന്തായിരുന്നു, 100 - 15 ആണെന്ത് 85. അപ്പോൾ നമ്മളൊരു 100% കണ്ടുപിടിക്കുന്നു. പിന്നെ അതിൽ നിന്നൊരു 15% കുറച്ചാൽ മതി. ഈ 15% എളുപ്പം എന്തായിരുന്നു, ഒരു 10% + 5% എടുത്താൽ 15% ആയില്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കാം, 100% 1640 എത്രയായിരുന്നു, 1640 തന്നെ. ഏത് നമ്പറിന്റെ 100% ആ നമ്പർ തന്നെയാണ്. ഇനി നമ്മൾ അതിനെ 10% എടുക്കുന്നു. ഏതെങ്കിലും നമ്പറിന്റെ 10% എടുക്കാൻ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. ഇവിടെ ഒരു 0 ഉണ്ടായിരുന്നു, മാറ്റി കുത്തുമ്പോൾ 0 പോയി, നമുക്ക് എത്ര കിട്ടും, 164 കിട്ടി. ഇനി നമ്മൾ നോക്കുന്നു 5%. അതായത് എന്താണ് നമ്മൾ 10%, അതിൻ്റെ പകുതിയായിരിക്കും 5%. 10%ൻ്റെ പകുതിയല്ലേ 5%. നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് ചെയ്യുന്നതിന് നമുക്ക് മൈൻഡിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ ഒരു ഫുൾ ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ നടത്തണം, മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യണം. ഒരു 4880ന്റെ 100%, 4880, 10%, 488, അതിൻ്റെ പകുതി 5%, 488ന്റെ പകുതി എത്രയാ, 244. അത് സം ചെയ്താൽ മാത്രം പോരെ, ഇതെല്ലാം മൈൻഡ് ചെയ്യണം. അത് സിംഗിൾ ഒരു 2 ഡിജിറ്റ് മാത്രം കാൽക്കുലേഷൻ അവിടെ എവിടെയും വരുന്നുള്ളൂ. സോൾവ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും, ഒരു 94 കിട്ടും, ഒരു 12 കിട്ടും. 12ൽ നിന്ന് 94 കുറയ്ക്കണം. അവിടെയാണ് നമ്മൾ കുറച്ചൊക്കെ ഡൗട്ട് വരുന്നത്. 12ൽ നിന്ന് 94 കുറയ്ക്കുമ്പോൾ എങ്ങനെ 18 കിട്ടുമെന്ന്. ആക്ച്വലി ഒരു 12 ഒരു 94 അല്ല, ഇതിൻ്റെയൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് എന്തോ വലിയ വലിയ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രമേ എടുത്തുള്ളൂ. എങ്കിൽ നോക്കാം, ഒരു 2 - 4 ചെയ്താൽ എത്ര കിട്ടും. നമ്മൾ എങ്ങനെയായിരുന്നു പണ്ട് പഠിച്ചത്, നമ്മൾ എപ്പോഴും ഒരു സബ്ട്രാക്ഷൻ ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യില്ല, നമ്മൾ അഡിഷൻ മാത്രമേ ചെയ്യുള്ളൂ. എങ്ങനെ അഡിഷൻ ചെയ്യും, ഈ 4ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ 2 കിട്ടുമെന്ന് നോക്കുന്നു. 4ന്റെ കൂടെ 8 കൂട്ടിയാൽ എന്ത് കിട്ടും, 12 കിട്ടും. ലാസ്റ്റ് ഈ 2 ആയി.
അപ്പോൾ എക്സ്ട്രാ ഒരു നമ്പർ 1 വന്നില്ലേ, ആ 1 നമ്മൾ എവിടെ ആഡ് ചെയ്യണം? ഈ താഴെ ആഡ് ചെയ്യണം. ഇതൊക്കെ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം 9 കൂടെ റിമൈൻഡർ 1 വന്നപ്പോൾ ഇവിടെ 10 വന്നു. ഈ 10ൻ്റെ കൂടി ഇനി എന്ത് ആഡ് ചെയ്താൽ 1 കിട്ടണം? 10ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 1 കിട്ടും? ഒരു 1 ആഡ് ചെയ്താൽ 1 കിട്ടും. 10 + 1 11 കിട്ടി. വീണ്ടും റിമൈൻഡർ ഉണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഒരു ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടിയാൽ മതി. നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എത്ര കിട്ടി? 18 കിട്ടി. എങ്കിൽ ഇതായിരിക്കും എൻ്റെ ആൻസർ ഓപ്ഷൻ. അതായത് 18 എവിടെ വരുന്നോ ആ ഓപ്ഷൻ ആയിരിക്കും എൻ്റെ ആൻസർ. ഞാൻ ഈ ഫുൾ ആൻസർ തപ്പി പോകുന്നില്ല, ജസ്റ്റ് ആൻസർ ഓപ്ഷൻ. ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്ന് തപ്പി പോകുന്നു. ഏത് ഓപ്ഷൻ ആയിരിക്കും? 18 ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ എന്താണോ അതായിരിക്കും എൻ്റെ ആൻസർ. നമ്മൾ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്ന് നമ്മുടെ സമയം വേഗം തീർന്നു പോകും. നമ്മൾ അങ്ങനെ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഒരു സിംഗിൾ ഡിജിറ്റ് മാത്രമാണ് ഓപ്ഷൻ എങ്കിൽ ഒരു സിംഗിൾ ഡിജിറ്റിൽ മാത്രം ആൻസർ ചെയ്യുക. സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. 2 ഡിജിറ്റ് ഡിഫറൻ്റ് ആണെങ്കിൽ 2 ഡിജിറ്റ് മാത്രം എടുത്ത് ചെയ്യുക. അപ്പോൾ അത്രയും വേഗത്തിൽ നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കുക. ഏതാണോ നമുക്ക് എളുപ്പമുള്ള മെത്തേഡ് ആ മെത്തേഡിൽ പോവുക. ഒരിക്കലും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ തന്നാൽ ആ ക്വസ്റ്റ്യൻ അതുപോലെ ചെയ്ത് വെക്കരുത്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ തരുന്നത്. അവർ പറയുന്ന ഒരു മെത്തേഡിൽ നമ്മൾ ആൻസർ തേടി പോകരുത്. നമ്മൾ ജസ്റ്റ് ആൻസർ ഓപ്ഷൻ മാത്രം തേടി പോകണം. A or B or C ഏതാണ് ഓപ്ഷൻ, ആ ഓപ്ഷൻ കണ്ടുപിടിക്കുക, ഓപ്ഷൻ കുത്തുക. നമ്മൾ ഒരിക്കലും ഇത് പക്കയായിട്ട് 4 to 1 എന്ന് കണ്ടുപിടിക്കാൻ നിൽക്കുകയും ചെയ്യരുത്. നമ്മൾ ഈ ഓപ്ഷൻ എന്താണെന്ന് മാത്രം നോക്കിപ്പോവുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഒരു ദിവസം കൂടി ഞാൻ ഈ ഒരു ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തറവാകുന്ന വരെ. അതല്ലാണ്ട് ഈ ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് അല്ലാതെ ഇനിയും മെത്തേഡ് ഉണ്ട്, ഡിജിറ്റൽ റൂട്ട് മെത്തേഡ്. ഈ സെയിം ക്വസ്റ്റ്യനൊക്കെ ഡിജിറ്റൽ റൂട്ട് മെത്തേഡിൽ ഞാൻ ചെയ്യും. അത് നമുക്ക് പിന്നീട് അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം. തൽക്കാലം നിങ്ങളിത് നോക്കുക. ഇതിൻ്റെ അസൈൻമെൻ്റ് ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും വെച്ചേക്കണം. കാരണം ഇതൊക്കെ കുറേ ചെയ്ത് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങളുടെ എവിടുന്ന് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ, ഏത് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ മെത്തേഡ് ചെയ്യാം, ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് ചെയ്യാം. ചെയ്ത് നോക്കി കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരണം. ഞങ്ങളതൊക്കെ വെരിഫൈ ചെയ്യും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ശരി, ബൈ.